അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബീഉൽ അവൽ മാസത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവിടുത്തെ പ്രകീർത്തനങ്ങൾ പാടി അവിടുത്തെ മദ്ഹുകൾ ആലപിച്ച് അതുമായി ബന്ധപ്പെട്ട മൗലിദ് പാരായണങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമൊക്കെ ആയിക്കൊണ്ട് ലോകമെമ്പാടും മുത്തുനബിയുടെ മീലാദ് ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ജബലലി ഏരിയയിലും കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ വിപുലമായ രീതിയിൽ തന്നെ മീലാദ് സമ്മേളനം നടത്താൻ സാധിച്ചതിൽ സർവശക്തനായ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം, ജബലലിയിൽ ഭൂമിശാസ്ത്രപരമായി ഒരുപാട് ദീർഘിച്ചു നിൽക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ യാത്രാ സംബന്ധമായിട്ടും അതുപോലെ കൂടിച്ചേരലുകൾക്കൊക്കെ ഒരുപാട് പരിമിതികളും എത്തിച്ചേരലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഈ ഒരു മേഖലയിൽ കൂടുതലായും ലേബർ ക്യാമ്പുകളും അതുപോലെ ഇൻഡസ്ട്രിയൽ കമ്പനികളുമൊക്കെ ആയി അവിടെ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുള്ള ഒരു സ്ഥലമാണ്. മറ്റ് സ്ഥലങ്ങളിലെ പോലെ ഷാർജ, ദുബായ് നഗരങ്ങളിലൊക്കെ അവിടുത്തെ പ്രവർത്തകരെ ഇത്തരം സന്ദർഭങ്ങളിൽ ഒത്തുചേരുന്നതിനും വരുന്നതിനൊക്കെ പ്രയാസങ്ങളില്ലാതെ അടുത്തടുത്ത താമസവും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാം കുറവുകൾ ഉള്ളതോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് അൽഹംദുലില്ലാഹ് വിജയിപ്പിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരുപാട് പ്രവർത്തകരുടെ കഠിനാധ്വാനവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരുപാട് പദ്ധതികൾ ജബലലി ഏരിയയിൽ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ റമദാനിൽ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തവരം ഉസ്താദ് അവർകളുടെയും ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ് അവർകളുടെ കരങ്ങളാൽ നമുക്കൊരു മദ്രസയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുവാൻ സാധിച്ചു. ഇപ്പോൾ സ്കൂൾ അവധി കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന് സ്കൂളിൽ പഠനം വീണ്ടും പുനരാരംഭിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ മദ്രസയുടെ തുടക്കം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള ഈ വർഷത്തെ പഠനാരംഭം കൂടി ഈ ഒരു അവസരത്തിൽ നടക്കുകയാണ്. സാന്ദർഭികമായി ഉണർത്തുകയാണ്, നമ്മുടെ മദ്രസയുടെ പ്രവർത്തനങ്ങളും മദ്രസയെക്കുറിച്ചുമൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഏരിയയിലേക്ക് വരുന്ന രക്ഷിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കിട്ടുന്നതിൽ അവർക്ക് നമ്മുടെ സഹായം, നമ്മുടെ പ്രചരണം കൊണ്ട് അവരിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാൻ നമുക്ക് കഴിയണം. സാധാരണ ജബലലി ഭാഗത്ത് ഇത്തരമൊരു മദ്രസ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദേശം പൊതുജനങ്ങളിലേക്ക് നാം എല്ലാവരും എത്തിക്കണമെന്ന് കൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവിധ മേഖലകളിൽ ലേബർ ക്യാമ്പുകളിലും കമ്പനികളിലുമൊക്കെ വർക്ക് ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ നിയമസഹായം, അതുപോലെ ജോലിയിൽ ഉയർന്ന ജോലി കിട്ടുന്നതിന് വേണ്ടി ആവശ്യമായ പ്രമോഷനുകളൊക്കെ കിട്ടാൻ
ആവശ്യമായ കോച്ചിങ് ക്ലാസുകൾ, ട്രെയിനിങ്, സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടി ഇന്ന് വൈകുന്നേരം 5 മണി മുതൽക്ക് തുടങ്ങി. നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. സിരിയൻ സംഘം, ബാസിൽ മുസ്തഫ ടീമിൻ്റെ ബുർദ ആലാപനവും നഷീദയുമൊക്കെ നമ്മൾ വേണ്ടുവോളം ആസ്വദിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇനി നമ്മുടെ പ്രധാന പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഈ ഒരു മഹത്തായ വേദിയിൽ നമ്മുടെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സെക്ടർ ജനറൽ സെക്രട്ടറി, ICF-ൻ്റെ ജനറൽ സെക്രട്ടറിയും സ്വാഗത സംഘം ട്രഷറർ കൂടിയായ യൂസുഫ് അബ്ദുറഹ്മാൻ സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മഹത്തായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അമീൻ പഠാൻ, അജ്മീർ ദർഗയുടെ എക്സ് ചെയർമാനും ഇപ്പോഴത്തെ രാജസ്ഥാൻ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയും മുൻ മിനിസ്റ്റർ കൂടിയാണ്. അദ്ദേഹം നമ്മോട് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു മൗലിദ് പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരും ക്ഷണിക്കുകയൊന്നും ചെയ്യാതെ ഇത്തരമൊരു വേദിയിൽ പങ്കാളിയാവുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്തിൻ്റെ ആ ഇഷ്കിൻ്റെ വേദിയിൽ വരണമെന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ഇൻഷാ അല്ലാഹ് നമ്മോട് സംബന്ധിക്കും. ഏതാനും സമയങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ നമ്മെ ഇവിടെ ആശംസാ പ്രസംഗം അറിയിക്കാൻ ബഹുമാനപ്പെട്ട ആസിഫ് ഉസ്താദ് അവർകൾ ICF-ൻ്റെ നാഷണൽ ദേവാ പ്രസിഡൻറ്റും ദുബായ് സെൻട്രൽ ICF-ൻ്റെ പ്രസിഡൻറ്റ് കൂടിയാണ്. ഉസ്താദ് അവർകൾ നമ്മോട് ആശംസാ പ്രസംഗം അറിയിക്കും. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി നമ്മോട് ഇവിടെ എത്തിയിട്ടുള്ളത്, നമുക്കറിയാം, കേരളത്തിലെ വേദികളിലൊക്കെ പ്രവാചക പ്രകീർത്തനങ്ങളിൽ ആസ്വാദനപരമായിട്ട് നമുക്ക് പ്രഭാഷണം നടത്തിത്തരുന്ന, എല്ലാ ദിവസവും ഉസ്താദ് അവർകളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കുകളിൽ, ഇന്നലെ കണ്ണൂരിൽ പ്രഭാഷണം കഴിഞ്ഞിട്ടാണ് ഉസ്താദ് ഇന്ന് രാവിലെ നാട്ടിൽ നിന്ന് പോകുന്നത്. ഇന്നും നാളെയും സെത്തുവയിലും, ഇന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ നാളെ സെത്തുവയിലും, അത് കഴിഞ്ഞ് 16-ാം തീയതി മറ്റന്നാൾ മലപ്പുറത്ത് തന്നെ മറ്റൊരു വേദിയിൽ പ്രഭാഷണവും ഉസ്താദിനുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും പ്രഭാഷണം കൊണ്ട് തിരക്കാണ് എന്ന് തന്നെ നമുക്കറിയാം. ഉസ്താദ് അവർകൾ അൽഹംദുലില്ലാ നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ് ഗുഡല്ലൂർ ഉസ്താദ് അവർകളെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥനാ സംഗമം ധന്യമാക്കി തരുന്നതിന് വേണ്ടി എപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മദ്രസയുടെയും അതുപോലെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ട് എപ്പോഴും നമ്മെ പ്രചോദനം നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീലുൽ ബുഖാരി തങ്ങൾ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഫുജൈറയിലെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ഗസ്റ്റായിട്ട് ഫുജൈറ ഷെയ്ഖിൻ്റെ പാലസിലാണ്. അവിടുത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദുആക്ക് നേതൃത്വം ചെയ്തുകൊണ്ട് നമ്മെ ധന്യമാക്കി തരും. തങ്ങൾ ഉസ്താദും നമ്മോടൊപ്പം സംബന്ധിക്കും. ഉസ്താദിനും അഭാവത്തിൽ ഞാൻ സ്വാഗതം അറിയുന്നു. അതുപോലെ നമ്മുടെ ഈ മേഖലയിൽ വ്യാപാര രംഗത്ത് മികച്ചു നിൽക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ്
നമ്മുടെ ഫാറൂഖ് സാഹിബ് സിൽവർ ലൈൻ, അദ്ദേഹം നമ്മുടെ മദ്രസയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം നമ്മോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശയും ചെയ്തു തരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം നമ്മോട് സംസാരിക്കും. ഫാറൂഖ് സാഹിബിനെയും ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അഷ്കർ മാഷ് തുടങ്ങി നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കബീർ ഉസ്താദ്, സെയ്ദൂട്ടി സക്കാഫി തുടങ്ങി നിരവധി സെൻട്രലിൻ്റെയും RSCയുടെയും ഒക്കെ നേതാക്കന്മാർ ഇവിടെയുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മുഹിബീകൾക്കും സഹോദരന്മാർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. ഈ വേദിയിലേക്ക് ഹാർദവ